അപ്പോൾ കന്യാകുമാരിയിലും തിരുപ്പതി മോഡലൊരു തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രമുണ്ട്. തിരുമല തിരുപ്പതി ദേവസ്ഥാനം തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അമ്പലം കാണാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് പോരുന്ന വഴിക്കാണ് ആ അമ്പലം ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അങ്ങോട്ടേക്ക് പോയത്. കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ, ഒരു 8-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ അമ്പലത്തിൽ എത്തിച്ചേരാം. കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു 5 ഏക്കറിലാണ് ഈ ഒരു അമ്പലവും അതിൻ്റെ ചുറ്റുപ്രദേശങ്ങളും വ്യാപിച്ചു കിടക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ തന്നെയാണ് ഈ അമ്പലം എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ തിരുമലയിൽ അല്ലെങ്കിൽ തിരുപ്പതിയിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും, ക്യൂ നിന്നിട്ട് വേണം തൊഴാൻ. അപ്പോൾ അവിടത്തെ പോലെ തന്നെ ശ്രീ തിരുപ്പതി വെങ്കടേശ്വര സ്വാമി തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ വേണമെങ്കിൽ കന്യാകുമാരിയിൽ വരികയാണെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ തലമുണ്ടനം ചെയ്യുന്ന പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വളരെ വിശാലമായിട്ടുള്ള വലിയൊരു അമ്പലമാണ്. നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞൊരു കാര്യം, വിശാലമായിട്ടൊരു പാർക്കിംഗ് ഏരിയ, പിന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, പിന്നെ ചെറിയ കടകളുണ്ട്. എല്ലാം വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ താഴത്തെ ഭാഗം കല്യാണ മണ്ഡപം, മുകളിലാണ് അമ്പലം. അപ്പം അമ്പലം തുറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി അമ്പലത്തിലൊന്ന് പോയി തൊഴുതിട്ട് വരാം എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോവാണ്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റ് കളറിലുള്ള പെയിന്റ് അടിച്ചിരിക്കുന്ന ഭാഗത്തൂടെ നടക്കുകയാണെങ്കിൽ ചൂടിന് കുറച്ച് കുറവുണ്ടാവും. ഇത് കടലിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു 1:30-2 മണി നേരത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്തും അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നു. അകത്ത് പോയി പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ അവിടെ നമുക്ക് പ്രസാദം കിട്ടും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടൽ നല്ല മനോഹരമായിട്ട് കാണാം. അതുകൂടാതെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്ചു ഒക്കെ അതിമനോഹരമായിട്ട് തന്നെ ഇവിടെ കാണാം. ഇപ്പോൾ രാവിലെയും വൈകിട്ടും വരികയാണെങ്കിൽ ചൂടില്ലാതെ ഇവിടെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല ചൂടായിരുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാനായിട്ട്. എന്നാലും ചെറിയ ഒരു ആൾക്കൂട്ടം ഇപ്പോഴും ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ പത്മാവതി ദേവിയുടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അതുകൂടാതെ പിന്നെ ശ്രീ അണ്ടാലമ്മാവൂരു ദേവിയുടെ ഒരു ക്ഷേത്രം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഭംഗിയായിട്ട് വന്ന് തൊഴാൻ പറ്റി. ഉച്ച സമയത്ത് ആയിരുന്നെങ്കിലും ഭംഗിയായിട്ട് വന്ന് തൊഴാൻ പറ്റി. ഇവിടെ നിന്നും നമുക്കൊരു കന്യാകുമാരിയുടെ ഒരു മനോഹരമായ വ്യൂ കാണാം. അപ്പോൾ കന്യാകുമാരി ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പലവും കണ്ടുപോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ടുള്ള തന്നെ കാണാം. താങ്ക് യു.